സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ കുട്ടികളെ ദത്തെടുക്കുന്നതിൽ വൻ ക്രമക്കേട്. മാനദണ്ഡങ്ങൾ ലംഘിച്ചും മുൻഗണനാക്രമം മറികടന്നും കുട്ടികളെ ദത്ത് നൽകാനായി ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സിൽ കൃത്രിമം കാട്ടി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ നിന്ന് മാനദണ്ഡങ്ങൾ ലംഘിച്ച് കുട്ടികളെ ദത്ത് നൽകുന്നതായി നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. ഭരണസമിതിയിലെ ഒരു സംഘം ലക്ഷങ്ങൾ കോഴ വാങ്ങി മുൻഗണനാക്രമം മറികടന്ന് ദത്ത് നൽകുന്നുവെന്നായിരുന്നു ആക്ഷേപം. ഈ ആക്ഷേപങ്ങൾ സാധൂകരിക്കുന്ന തെളിവാണ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചത്. ക്രമക്കേടിനായി ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. ജോർദാനിൽ സ്ഥിരതാമസമാക്കിയ ദമ്പതികൾക്ക് മുൻഗണനാക്രമം മറികടന്ന് ദത്ത് നൽകാനായാണ് മിനിറ്റ്സിൽ കൃത്രിമം കാട്ടിയത്. ജോർദാനിൽ ജോലി ചെയ്യുന്ന എൻ വേണുഗോപാലിന് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മുൻഗണനാക്രമമില്ലാതെ ദത്ത് അനുവദിക്കുന്നുവെന്ന് മിനിറ്റ്സിൽ പിന്നീട് എഴുതി ചേർക്കുകയായിരുന്നു. ഐറ്റം നമ്പറുകൾ വെട്ടിത്തിരുത്തിയാണ് ഇക്കാര്യം എഴുതി ചേർത്തത്. കൈയക്ഷരങ്ങളിലെ വ്യത്യാസവും വ്യക്തമാണ്. കുട്ടികളെ ദത്തെടുക്കുന്നതിനായി 637 ദമ്പതികൾ ശിശുക്ഷേമ സമിതിയിൽ അപേക്ഷ നൽകിയിരിക്കെയാണ് മുൻഗണനാക്രമം അട്ടിമറിച്ച് ദത്ത് നൽകിയത്. ഭരണസമിതി തീരുമാനപ്രകാരം ദത്ത് അനുവദിക്കാനുള്ള അധികാരം ജില്ലാ കോടതിക്കാണ്. മിനിറ്റ്സിൽ കൃത്രിമം കാണിച്ചതിലൂടെ ജില്ലാ കോടതിയെയും ഭരണസമിതിയിലെ തട്ടിപ്പ് സംഘം കബളിപ്പിച്ചു. സംഭവത്തിൽ പരാതി ഉയർന്നതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതി അഡ്മിനിസ്ട്രേറ്ററായ ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. പരാതികളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ കളക്ടർ സർക്കാരിനോട് തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ ക്രൂരത വീണ്ടും. കൈയും കാലും ചങ്ങല കൊണ്ട് ബന്ധിച്ച ശേഷം 4 പേരെ ചുട്ടുകൊല്ലുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് IS പുറത്തുവിട്ടിരിക്കുന്നത്. ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഈ ദൃശ്യങ്ങളുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ IS ആളുകളെ കൊലപ്പെടുത്തിയിരുന്നു. ലോകത്തെ നടുക്കി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ക്രൂരത വീണ്ടും. 4 ഷിയ തടവുകാരെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ IS പുറത്തുവിട്ടു. ഇറാഖിൽ നിന്ന് ബന്ദികളാക്കിയ ഷിയ മുസ്ലിങ്ങളെ സുന്നികളായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ജീവനോടെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊല്ലുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് തലകീഴായി തൂക്കിയിട്ട ശേഷം തീകൊളുത്തി കൊല്ലുകയായിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ 4 പേരും ക്യാമറയെ നോക്കി സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ISനെതിരായ പോരാട്ടത്തിൽ തങ്ങളുടെ പങ്കും ഇവർ വിവരിച്ചു. തുടർന്ന് ഇവരെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് കമഴ്ത്തിയ നിലയിൽ കമ്പി കൊണ്ട് നിർമ്മിച്ച പ്രത്യേക തൂണിൽ കെട്ടിത്തൂക്കി. താഴെ പെട്രോൾ തളിച്ച വൈക്കോലും വിരിച്ചിട്ടു. ദൂരെ നിന്ന് ഇവിടേക്ക് തീയെത്തിക്കുന്നതിനായി പെട്രോളും വൈക്കോലും ഉപയോഗിച്ച് ചെറിയ പാതകളും ഉണ്ടാക്കിയിരുന്നു. തുടർന്ന് തീവ്രവാദികൾ വൈക്കോൽ പാതയ്ക്ക് തീയിട്ടു. 4 പേരും കത്തി അമരുന്നതുവരെയാണ് വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. ISനെ കുറിച്ച് ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ചാണ് ഇവരെ IS വധിച്ചത്. കൊല്ലപ്പെട്ട IS തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ ഇറാഖി സൈനികർ വികൃതമാക്കുന്ന ദൃശ്യങ്ങൾ കാട്ടിയ ശേഷമാണ് ഇവരെ കൊലക്കളത്തിലേക്ക് നയിച്ചത്. അതിനിടെ സിറിയയിലെ പാമീറ നഗരത്തിലെ പുരാതന ക്ഷേത്രങ്ങൾക്ക് നേരെ വീണ്ടും IS ആക്രമണം നടത്തി. 2000 വർഷം പഴക്കമുള്ള ടേബിൾ ഓഫ് ബെല്ലാണ് IS തകർത്തത്. കഴിഞ്ഞ മെയ്യിലാണ് സൈന്യത്തിൽ നിന്ന് അതിപുരാതനമായ പാമീറ IS പിടിച്ചടക്കിയത്. ന്യൂസ് ഡെസ്ക്. കണ്ണൂരിൽ CPIM പ്രവർത്തകന് നേരെ ബോംബേറ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി PV ജോഷില ടെലിഫോണിൽ ചേരുകയാണ്. ജോഷില, എപ്പോഴാണ് സംഭവം? എന്താണ് സംഭവിച്ചത്? ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്? മറ്റു വിവരങ്ങൾ. അല്പസമയം മുൻപാണ് കണ്ണൂർ പാനൂരിലെ പാലക്കൂരിൽ CPIM പ്രവർത്തകന്റെ ബോംബാക്രമണം ഉണ്ടായത്. പാലക്കൂർ ബ്രാഞ്ച് അംഗം സനീഷ് റോഡിൽ നിന്നും വീട്ടിലെ 4 അംഗ സംഘം ബോംബെറിയുകയായിരുന്നു. എന്നാൽ സനീഷിനോ അല്ലെങ്കിൽ സനീഷിന്റെ വീട്ടിൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സനീഷിന്റെ വീടിന് സമീപം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കണ്ണൂരിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇരുകക്ഷി സമാധാന യോഗത്തിൽ ഇരു പാർട്ടികളുടെയും നേതാക്കൾ ചേർന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ ആഹ്വാനം ചെയ്തത്. അതിനുശേഷം കണ്ണൂരിലെ ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തെളിയിക്കും വിധത്തിലാണ് ഇപ്പോൾ പാനൂരിൽ ബോംബാക്രമണം ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് CPIM ആരോപിക്കുന്നു. എന്തായാലും CPIM പ്രവർത്തകന് നേരെ വീണ്ടും ബോംബാക്രമണം നടത്തി കണ്ണൂരിലെ സമാധാന ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള കണ്ണൂരിൽ കണ്ടുവരുന്നത്. ജോഷില, ഈ പ്രദേശത്തെ അവസ്ഥ ഇപ്പോൾ എങ്ങനെ? സംഘർഷാവസ്ഥയിലാണോ? മറ്റ് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി. ജോർജ്, കണ്ണൂരിൽ ഇന്ന് പൊതുവെ എല്ലാ ദിവസവും പകൽ ശാന്തമായിരിക്കുകയും രാത്രി ഇത്തരത്തിലുള്ള ബോംബാക്രമണങ്ങളും വാളുകൊണ്ടുള്ള വെട്ടലുകളും നടക്കലാണ് പതിവ്. ഇന്നും അത് ആവർത്തിച്ചു. അതായത് കണ്ണൂരിലെ സമാധാനാന്തരീക്ഷം തകരുന്ന വിധത്തിൽ വീണ്ടും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവായി പാനൂർ പാലക്കൂരിലെ ഈ ബോംബാക്രമണവും മാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയോടുകൂടി CPI
പ്രവർത്തകന് വെട്ടേറ്റിരുന്നു. ഇന്ന് രാത്രിയും CPM പ്രവർത്തകന് നേരെ ബോംബാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇത് തുടരുന്ന ഒരു സ്ഥിതിയാണ് കണ്ണൂരിൽ ഇപ്പോഴും കണ്ടുവരുന്നത്. കണ്ണൂരിൽ നിന്ന് PV ജോഷിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥരെ നിരന്തരം സ്ഥലം മാറ്റുന്നത് സർക്കാർ തുടരുന്നുവെന്നാണ് പോലീസ് തലപ്പത്തെ പുതിയ അഴിച്ചുപണി വ്യക്തമാക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരുടെ അപ്രീതി പിടിച്ചുപറ്റിയാൽ സ്ഥാനം തുറയ്ക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതിനെതിരെ പോലീസ് തലപ്പത്ത് രോഷം പുകയാണ്. ജിതിൻ ചന്ദ്രന്റെ റിപ്പോർട്ട്. ചൊൽപ്പടിക്ക് നിൽക്കാത്ത IPS ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുന്നത് സർക്കാർ തുടരുകയാണ്. നിലവിൽ വയനാട് SP ആയ അജിത ബീഗത്തെ കഴിഞ്ഞ 6 മാസത്തിനിടെ 2 തവണ സ്ഥലം മാറ്റി. വയനാട്ടിൽ ആദിവാസി കോളനികൾ ദത്തെടുക്കൽ പോലുള്ള ജനോപകാര പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് അജിത ബീഗത്തെ അപ്രതീക്ഷിതമായി സ്ഥലം മാറ്റിയത്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ മോചിപ്പിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അജിത ബീഗം കേസെടുത്തിരുന്നു. കൂടാതെ മേലുദ്യോഗസ്ഥനോട് അപമര്യാദയായി പെരുമാറിയതിന് കോൺഗ്രസ് ബന്ധമുള്ള പോലീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവിനെ അജിത ബീഗം അടുത്തിടെ സസ്പെൻഡ് ചെയ്തു. ഈ നടപടികളാണ് സ്ഥലം മാറ്റ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ പേരില്ലാതിരുന്നിട്ടും അജിത ബീഗവും ഇടം പിടിക്കാൻ കാരണം. നിലവിൽ പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പളായാണ് അജിത ബീഗത്തെ നിയമിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റുകൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെട്ട ജില്ലയിലെ പോലീസ് അധിപൻ എന്ന നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് മഞ്ജുനാഥിനെ പാലക്കാട്ട് നിന്നും ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത്. നേരത്തെ മലപ്പുറം SP ആയിരിക്കെയും സമാന സാഹചര്യത്തിൽ മഞ്ജുനാഥിനെ മാറ്റിയിട്ടുണ്ട്. തങ്ങളെ സർക്കാർ അകാരണമായി സ്ഥലം മാറ്റുന്നുവെന്ന് കാണിച്ച് SP-മാരായ അജിത ബീഗം, മഞ്ജുനാഥ് എന്നിവർ സെൻട്രൽ ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഇവർ കൊടുത്ത പരാതി ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെയാണ് ഇവരെ വീണ്ടും സ്ഥലം മാറ്റിയിരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ കൊടുത്ത പരാതിയെ തുടർന്നാണ് ദേബേഷ് കുമാർ ബേറയെയും നേരത്തെ കൊല്ലത്തു നിന്ന് മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത്. അതേസമയം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ജോലി ചെയ്യാനാവാത്ത സ്ഥിതിയിലെത്തിയതായി ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ പീപ്പിൾ TVയോട് പറഞ്ഞു. സംസ്ഥാനത്തെ പല IPS ഉദ്യോഗസ്ഥരും സെൻട്രൽ ഡെപ്യൂട്ടേഷന് ശ്രമിക്കുന്നതായും സൂചനയുണ്ട്. പ്രാദേശിക നേതാക്കളുടെ താൽപര്യത്തിന് സർക്കാർ വഴങ്ങിക്കൊടുത്താൽ വരും ദിവസങ്ങളിൽ ഇവരിൽ പലരും കേരളം വിട്ടേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫോർട്ട് കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട ബോട്ട് സർവീസ് ഏജൻസിയുമായുള്ള കരാർ കൊച്ചി നഗരസഭ റദ്ദാക്കി. അപകട സമയത്ത് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് തീരുമാനം. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊച്ചി കോർപ്പറേഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും വിവിധ കക്ഷി നേതാക്കളുടെയും സംയുക്ത യോഗം ചേർന്നത്. അപകടത്തിൽപ്പെട്ട ബോട്ട് സർവീസ് ഏജൻസിയായ കൊച്ചിൻ സർവീസുമായുള്ള കരാർ റദ്ദാക്കാൻ യോഗത്തിൽ തീരുമാനമായി. അപകട സമയത്ത് മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് തീരുമാനം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അപകട സമയത്ത് പൂർണ്ണമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ കരാർ ലംഘനം നടത്തിയതിൻ്റെ പേരിൽ ബന്ധപ്പെട്ട ഏജൻസിയുടെ കരാർ റദ്ദ് ചെയ്യാനായിട്ട് ഇന്നത്തെ യോഗം തീരുമാനിച്ച് ഇത് കൗൺസിലിലേക്ക് ശുപാർശ ചെയ്യുന്നതായിരിക്കും. മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 10,000 രൂപയും രക്ഷാപ്രവർത്തനത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ യുവാവിന് 50,000 രൂപ നൽകാനും യോഗത്തിൽ ധാരണയായെന്ന് മേയർ ടോണി ചമ്മണി പറഞ്ഞു. അപകടത്തിന് പൂർണ്ണ ഉത്തരവാദി മേയറും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇവർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.